ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധിയായ മർത്തശ്മൂനി അമ്മയുടെ നാമധേയത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും മർത്തശ്മൂനി അമ്മ എന്ന വിശുദ്ധയെക്കുറിച്ച് വലിയ പരിചയമില്ലായിരിക്കാം. ആ വാക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മർത്തശ്മൂനി എന്ന് പറഞ്ഞാൽ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ഒരു വിശുദ്ധൻ്റെ നാമം മാർ എന്ന് പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. മാർ തോമ, മോർ ഗീവർഗി സഹദ, മോർ ബഹനാൻ സഹദ, മോർ ഏലിയ എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. എന്നാൽ ഒരു വിശുദ്ധയാണെങ്കിൽ, ഒരു സ്ത്രീരത്നമാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം, അതിൻ്റെ ഗ്രമാറ്റിക്കൽ അനുസരിച്ചാണ് മോർ എന്ന് പകരം മോർത്ത് എന്നാണ് പറയുന്നത്. മോർത്ത്. അപ്പോൾ മോർത്ത് ശ്മൂനി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ മോർത്ത് ശ്മൂനി എന്നതിൻ്റെ നാമധേയമാണ് മർത്തശ്മൂനി എന്ന് നമ്മൾ പറയുന്നത്. മർത്തശ്മൂനി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു. മർത്തശ്മൂനി അമ്മ മാത്രമായിട്ടല്ല വിശുദ്ധ ഗണത്തിലേക്ക് വരുന്നത്. അമ്മയും അമ്മയുടെ 7 മക്കളും അവരുടെ ഗുരുവായ ഏലിയാസർ, ഇവരെ എല്ലാവരുടെയും ചേർത്താണ് ശ്രേഷ്ഠ മധ്യസ്ഥതയായിട്ട് അണയ്ക്കുന്നത്. വലിയ പീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ, ബഹുമാനിക്കാവൂ എന്ന് കൽപ്പന ഇറക്കിയപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവൻ്റെ കൽപ്പനയുണ്ട് എന്ന് വളരെ ധീരതയോടെ പ്രഖ്യാപിച്ച ധീര വനിതയായിരുന്നു പരിശുദ്ധ മർത്തശ്മൂനി അമ്മ. അതിന് പകരം കൊടുക്കേണ്ടി വന്നത് അമ്മയുടെ 7 മക്കളെയാണ്. രാജാവ് നിഷ്ഠൂരം അമ്മയുടെ 7 മക്കളെ വളരെ ക്രൂരമായി വധിക്കുന്നുണ്ട്, കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിലും യഹോവയെ തള്ളിപ്പറയാൻ, സൃഷ്ടാവിനെ തള്ളിപ്പറയുവാൻ അമ്മ തയ്യാറാകുന്നില്ല. അതാണ് അമ്മയുടെ മഹത്വം. വിശുദ്ധന്മാരുടെ, പിതാക്കന്മാരുടെ പഠിപ്പിക്കലനുസരിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ അമ്മ, അത് ദൈവമാതാവ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവമാതാവ് പുതിയ നിയമത്തിലുണ്ടെങ്കിൽ ഈ കന്യകമറിയാം അമ്മയുടെ ഒരു പഴയകാല പതിപ്പാണ് പരിശുദ്ധ മർത്തശ്മൂനി അമ്മ എന്ന് പറയപ്പെടുന്നു. കാരണം ഗബ്രിയേൽ മാലാഖ മാതാവിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഹൃത്തിലൂടെ ഒരു വാൾ കടക്കും, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ആ വാളെന്ന് പറയുന്നത് വളരെ വേദനയേറിയ ഒരു വാളായിരുന്നു. തൻ്റെ ഏകജാതനായ മകൻ്റെ പീഡാസഹനങ്ങൾ കൺമുന്നിൽ കാണുവാനും ക്രൂശ് മരണം കാണുവാനും ഏറ്റവും ഒടുവിൽ പ്രാണൻ വെടിയുന്നതുവരെ ആ ക്രൂശിൻ്റെ അരികെ നിൽക്കുവാനും ഈ അമ്മയ്ക്ക് ഇടയായി. അതൊരു വലിയ വാളിൻ്റെ അനുഭവമാണ്. ഇതുപോലെ ആയിരുന്നു ഒരു വാളാണെങ്കിൽ 7 വാളായിരുന്നു മർത്തശ്മൂനി അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോയത്. 7 നൊന്ന് പ്രസവിച്ച 7 പിഞ്ചോമനകൾ തൻ്റെ മുന്നിൽ കൊല ചെയ്യപ്പെടുന്നു. എന്നിട്ടും ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. അതാണ് മർത്തശ്മൂനി അമ്മയുടെ മഹത്വം. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലിന് സമീപം മണ്ണൂർ എന്ന ദേശത്താണ്. ജാതി മത ഭേദമന്യേ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ സങ്കടങ്ങൾ ശ്രേഷ്ഠ മധ്യസ്ഥയായ മർത്തശ്മൂനി അമ്മയുടെ സവിധത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽപ്പെട്ട ഒരു ദേവാലയമാണ്. ഈ കിഴക്കൻ മലയോര മേഖലയിൽ മർത്തശ്മൂനി അമ്മയുടെ നാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏക ക്രൈസ്തവ ദേവാലയം കൂടിയാണ് ഇത്. ഈ മർത്തശ്മൂനി അമ്മയുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1-ാം തീയതി പ്രധാന പെരുന്നാളായും അതിന് മുൻപായിട്ട് ഒരാഴ്ചക്കാലം പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകളിലേക്കും ശുശ്രൂഷകളിലേക്കും ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.